ഹലോ ഫോക്ക്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ചിത്രം ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്ന സിനിമയാണ്. ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് എന്നത് 1988 ഇറങ്ങിയ ഒരു ആനിമേറ്റഡ് ചിത്രമാണ്. ബോംബ് ആക്രമണത്തിൽ വീടില്ലാത്തവരായ കോംബെ തുറമുഖ നഗരത്തിൽ നിന്നുള്ള 2 കുട്ടികളുടെ കഥ പറയുന്ന സിനിമയാണ് ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ്. സെയ്ദ ഒരു കൗമാരക്കാരനാണ്. അവൻ്റെ സഹോദരി സെറ്റ്സുക്കോയ്ക്ക് ഏകദേശം 5 വയസ്സ്. അവരുടെ അച്ഛൻ ജപ്പാനീസ് നാവികസേനയിൽ സേവനമനുഷ്ഠിക്കുന്നു. അവരുടെ അമ്മ ബോംബിനിരയായി. അവരുടെ വീട്, അയൽക്കാർ, സ്കൂളുകൾ എന്നിവയെല്ലാം ഇല്ലാതായി. അവരുടെ അമ്മായി അവരെ കൊണ്ടുപോകുന്നു, പക്ഷെ അവർക്ക് ഭക്ഷണം നൽകാൻ പിശുക്ക് കാട്ടുന്നു. ഒടുവിൽ സെയ്ദ അവർക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു കുന്നിൻ ചെരുവിലെ ഗുഹ കണ്ടെത്തുന്നു. ഭക്ഷണം കണ്ടെത്തുന്നതിനും സെയ്ദ മാതാപിതാക്കളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനും അവൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നു. ഇതാണ് ചിത്രത്തിന്റെ ഏകദേശ ഇതിവൃത്തം. അതിജീവനത്തിന്റെ ഒരു ലളിതമായ കഥയാണ് ഈ സിനിമ പറയുന്നത്. അവരുടെ കഥ ഒരു മെലോഡ്രാമയല്ല, മറിച്ച് ലളിതമായി നേരിട്ട് നിയോ റിയലിസ്റ്റിക് പാരമ്പര്യത്തിലാണ് കഥ പറയുന്നത്. അതിൽ നിശബ്ദതയ്ക്ക് സമയമുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് അതിൻ്റെ ക്ഷമയാണ്. നമുക്ക് അവരെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഷോട്ടുകളാണ് എടുത്തിരിക്കുന്നത്. കഥാപാത്രങ്ങളെ സ്വകാര്യ നിമിഷങ്ങളിൽ നോക്കുന്നു. അന്തരീക്ഷത്തിനും പ്രകൃതിക്കും സ്വയം സ്ഥാപിക്കാൻ സമയം നൽകുന്നു. 18ാം നൂറ്റാണ്ടിലെ ജപ്പാനീസ് കലാകാരനായ ഹിരോഷിഗയുടെയും അദ്ദേഹത്തിൻ്റെ ആധുനിക ശിഷ്യനായ ഹെർജിൻ്റെയും ശൈലിയിലാണ് സ്ഥലങ്ങളും പശ്ചാത്തലങ്ങളും വരച്ചിരിക്കുന്നത്. അവയ്ക്ക് വലിയ സൗന്ദര്യമുണ്ട്. ആനിമേഷൻ വൈകാരിക ഫലങ്ങൾ ഉളവാക്കുന്നത് യഥാർത്ഥത്തെ പുനർനിർമ്മിക്കുന്നതിലൂടെയല്ല, മറിച്ച് അത് വർദ്ധിപ്പിക്കുന്നതിലൂടെയും ലളിതമാക്കുന്നതിലൂടെയുമാണെന്ന് ഈ സിനിമ തെളിയിക്കുന്നു. അതിനാൽ പല സീക്വൻസുകളും അനുഭവങ്ങളെക്കുറിച്ചല്ല, ആശയങ്ങളെക്കുറിച്ചാണ്.